നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 35 ശ്ലോകം 8. പ്രീതോ ദിവ്യാഭിഷേകൈരയുധസമധികാൻ വത്സരാൻ പര്യരംസീർമൈഥില്യാം പാപവാചാ ശിവ ശിവ കില താം ഗർഭിണീമഭ്യഹാസീഃ ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവത് വാൽമീകിഗേഹേ കൃതവസതിരുപാസൂത സീതാസുതൗ തേ. പ്രീതഃ ദിവ്യ അഭിഷേകൈഃ അയുധ സമ അധികാൻ. ദിവ്യാഭിഷേകൈരയുധസമധികാൻ പര്യരംസി മൈഥില്യാം പാപവാചാ ശിവ ശിവ കില താം ഗർഭിണീം അഭ്യഹാസീഃ ഗർഭിണീം അഭ്യഹാസീഃ ശത്രുഘ്നേന അർദ്ദയിത്വാ ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയഃ ശൂദ്രപാശം താവത് വാൽമീകി ഗേഹേ കൃതവസതിഃ ഉപാസൂത കൃതവസതിരുപാസൂത സീതാ സുതൗ തേ. പദങ്ങൾ. ഹരേ കൃഷ്ണ. പട്ടാഭിഷേകമെല്ലാം മുടിഞ്ച് തിരുപ്പി സീതാവ പരിത്യാഗം പണി സീതാക്ക് ലവ കുശാങ്കര 2 പുത്രന്മാർ ഉണ്ടാനാങ്കർക്കും ഇത് 8ാം ശ്ലോകത്തിൽ ചൊല്ലാം. ദിവ്യാഭിഷേകൈഃ പ്രീതഃ അയുധസമധികാൻ വത്സരാൻ പര്യരംസീഃ. സീതാരാമ പട്ടാഭിഷേകം മുടിഞ്ച് അയുധസമധികാൻ, ആയുധം 10,000 அதுக்கு மேல வருஷங்கள் ராமரும் சீதையும் இருந்தா சந்தோஷமா அந்த அயோத்தியால ராஜாவா இருந்தாருங்கிறது முதல்ல சொல்றது. സാധാരണ നമ്മൾ പട്ടാഭിഷേകം കഴിഞ്ഞ ഉടനെ സീതയെ പരിത്യാഗം പണിനങ്കർ കഥയെ കേൾക്കുന്നത് ഉടനെ അയച്ച അപ്പടിന്ന് തോന്നും. അപ്പടിയില്ല. 10,000 அயுதசமதிகான்னே போட்டிருக்காரு. 10,000 வருஷத்துக்கு மேல அப்படின்னா நிறைய வருஷங்கள் அவ നന്നാ இருந்தாங்க அப்படிங்கிறது அர்த்தம். അതെല്ലാം കഴിച്ച് ഒരു നാളേക്ക് രാമരിക്കെ ഒരു രാജ എപ്പടി ഇരിക്കണമെങ്கிறது കാട്ടുறது കേൾക്കും. ഒരു പുത്രനോട് ധർമ്മത്തെ വെച്ച് കാട്ടുക്ക് പോനാരുங்கிறது முதல்ல பார்த்தோம். அதுக்கப்புறம் ഒരു രാജ എപ്പടി ഇരിക്കണം, ഒരു കപ്പടി പോയിന്നിരിക്കരുത്. വേഷപ്രച്ഛന്ന രാമൻ പോകല രാത്രിയില് ജനങ്ങളെല്ലാം എപ്പടി ഇരിക്കാങ്கிறது പാക്കறதுக்கு அப்படியே നടന്നു പോയിന്നിരിക്കുന്ന സമയത്തില് ഒരു ആത്തില് ഒരു ആമ്പടേനും കൊണ്ടാട്ടിയും ചണ്ട നടക്കുന്നത്. അപ്പോ அந்த പതി പത്നി ചണ്ടയ്ക്ക് നടുവില് அந்த പത്നി എങ്കയോ പോയിട്ട് ലേട്ടാ വന്നാ പോലെ ഇരിക്കും. ലേട്ടാ വന്നപ്പോ നാനെന്നെ രാമർ നനച്ചിരിക്കുക, നീ എങ്ക പോയിട്ട് വന്നാലും അപ്പടിയേ ഒന്നെ എത്തിക്കറത്തുക്ക് அப்படின்னப்போ രാമൻ அப்படி ഗവനിച്ച് കേൾക്കണത്. അപ്പൊ சொல்ற ഒരു വർഷക്കാലം രാവണനോട് அந்த கொட்டாரத்தில் இல்லாட்ட ராவணனோடு பிரவிஷ்யல இருந்து திரும்பி வந்த சீதாதேவிய ராமர் ஏத்துந்தார். ஆனால் நானൊന്നും அப்படி ஒன்று ஏத்துக்கிறதுக்கு தயாரில்லை அப்படின்னு சொன்னப்போ ഒരു കളങ്കം ഇപ്പവും ബാക്കി ഇരിക്കോ സീതാദേവിയിട്ട് അഗ്നിശുദ്ധി പണി വന്നതൊന്നും ഇവാൾക്ക് ഒരുക്കാരാൾക്ക് തെരിയലയോ എന്നോ. അപ്പോൾ അവരിക്കെ ഉടനെ എന്താ സീതാദേവിയെ പരിത്യാഗം പണ്ണല அப்படின்னு തീരുമാനം പറഞ്ഞു.
മൈഥില്യാം പാപവാച ഗർഭിണീം താം അഭ്യഹാസീഹി കില ശിവ ശിവ. സീതാദേവിയ ലോക അപവാദം 4. அந்த சமயத்துல கர்ப்பிணியா இருந்தாளாம் சீதாதேவி. அந்த கர்ப்பிணியான பத்னியை கூடி தியாகம் பண்ணற, ത്യജിക്കറ. ശിവ ശിവ ചൊറ, കഷ്ടം കഷ്ടം. അതൊക്കെ ശിവ എന്നുള്ളതൊക്കെ അർത്ഥം. ശിവ അല്ലേ, ശിവ ശിവ. അത് ലക്ഷ്മണനെ കൊണ്ടേ കൊണ്ടുവിട ചൊറ കാട്ടില്. അതെന്നത്തിനാലെന്നാ, അന്നേക്ക് ഈ കാട്ടില് ഒരുക്ക ലക്ഷ്മണന്റെ തപ്പാനൊരു വാർത്ത ദേവിയോട് വായിലെന്ന് വന്നതില്ല. അപ്പൊ അതുക്ക് ബദല ആക്കും ഇങ്ങ നമ്മൾ എന്നെ ചെയ്യണം. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്നെ നമ്മൾ കായേന വാച മനസ്സ നമ്മൾ ചെയ്യണമെന്നൊന്നുമില്ല. മനസ്സാല നനച്ചാൽ കൂടി അതുക്ക് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ. നല്ലത് നനച്ചാൽ നല്ലത് നമ്മൾക്ക് ഇങ്ങനെ എന്തോ கிடைக்கும். നമ്മൾ മോശമുള്ളത് നനച്ചാൽ അപ്പടിയും கிடைக்கும். അപ്പം അന്ത മാതിരി ആക്കുമെങ്കിൽ ലക്ഷ്മണനെ കൊണ്ടേ പരിത്യജം അങ്ങ് കൊണ്ടുവിട ചൊറ. വാൽമീകി ആശ്രമത്തിലെ പക്കത്തില് കൊണ്ടുവിട്. ലോകം ചൊന്നാല് വിട്ടാലും അമ്പാളപ്പടി വിട്ടുവിട മുടിയുമോ ഭഗവാനക്ക്. എന്നാല് വാൽമീകി ആശ്രമത്തോട് പക്കത്തില് കൊണ്ടുവിട് അപ്പടിന്ന് ചൊല്ലാറ് ലക്ഷ്മണന്റെ. ലക്ഷ്മണനുക്ക് അപ്പടിയെ ரொம்ப കഷ്ടമാ இருக்கும். ആന അണ്ണാവോട് ഒരു വാക്ക് കൂടി മീറുന്നത് കിടയാത്. അപ്പൊ അതിനാല് കൊണ്ടുവിടുற. വാൽമീകി ഉടനെ വന്നിരിക്കാ தெரிஞ்சது கூட்டிந்து வர. கூட்டிந்து வந்து ஆசிரமத்தில் கொண்டு வந்து வச்சிருந்து அங்கே வச்சது. அதுக்கப்புறம் அந்த 2 குழந்தைகள் ലവകുശന്മാരുണ്ടാകും. ഇതൊക്കെ നടുവില് ശത്രുഘ്നേന ലവണ നിശിചരം അർത്ഥയിത്വാ. ലവണൻകര ഒരു അസുരൻ നിറയെ ரொம்ப കഷ്ടപ്പെടുത്തിരുന്നാൻ. അവന് യുദ്ധം മണ്ണറ ശത്രുഘ്നൻ പോയി. കാളിന്തി തീരത്തിലേക്ക് വന്നിരുന്ന அந்த കാളിന്തി തീരത്തില് ഉള്ളവാൾക്കെല്ലാം ரொம்ப കഷ്ടമാ, ഋഷിമാർക്കെല്ലാം ரொம்ப കഷ്ടമാ ഇരുന്നത്. அதனால அந்த லவணனை யுத்தம் பண்ணி வதம் பண்ணற ശത്രുഘ്നൻ. அதுக்கப்புறம் அங்கே ശൂദ്രപാശം പ്രധയ. ഒരു ശൂദ്രൻ തന്നോട് ധർമ്മത്തെ വിട്ടിട്ട് തപസ് പണ ആരംഭിച്ചാണ്. അവനെയും രാമൻ പോയി സദ്ഗതി കൊടുക്കറാറ് അന്ത ശൂദ്രനുക്ക്. ശൂദ്രൻ അപ്പടിന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ 4 രീതിയിൽ വെച്ചിരിക്കാന്ന് പറഞ്ഞാൽ അത് 4 അവാവാളോട് കർമ്മത്തെ വെച്ചുണ്ടാക്കും ചെയ്യപ്പെട്ടത്. സാത്വികமான കാര്യങ്ങൾ പണിത്, സാത്വികமான ആഹാരങ്ങൾ ചാപ്പിട്ടത്, മന്ത്രങ്ങൾ ജപിക്കരുത്, ഉപദേശം പണത്, இந்த மாதிரி എല്ലാം ആര് പண்றாளோ അവ ബ്രാഹ്മണൻ. அப்புறம் രാജ്യരക്ഷ പണത്, എങ്കെങ്ക തപ്പുകൾ നടക്കരുതോ അതെല്ലാം എതിർത്ത് കേൾക്കരുത്, അവളെല്ലാം ചോദ്യം പണത്, അപ്പടിയുള്ളവ ക്ഷത്രിയൻ. വ്യാപാരം ചെയ്യപ്പെട്ടവ, വാണിജ്യം ചെയ്യപ്പെട്ടവ വന്ന് വൈശ്യൻ. എല്ലാവർക്കും പാദസേവ പണപ്പെട്ടവ വന്ന് ശൂദ്രൻ. ഇത് ഒരു വ്യക്തിയിലേ എന്താ 4 വരും. നമ്മളെ ചില സമയത്തിൽ ரொம்ப നിമ്മതിയാക്കാതെ ജീവിച്ചിരിക്കും. ചില സമയത്തിൽ ரொம்ப கோபம் வரும். രജസ് ரொம்ப രജോഗുണം ரொம்ப ജാസ്തിയാ ഇരിക്കാതെ കോപം വരും. ടപ്പട്ടപ്പാ ചൊല്ലുമ്പോൾ ഓരോരുത്താളുടെ ചണ്ടയ്ക്ക് പോകും. അതിലേ നടക്കുന്നതല്ല. അപ്പോൾ നമ്മളങ്ങ് ക്ഷത്രിയ ഗുണം നമ്മൾക്ക് വന്നിരിക്കും രജോഗുണത്തിനാല്. ചില സമയത്തിൽ ഇത് കൊടുത്ത എന്നെ കടയ്ക്ക് ഇപ്പിടി പണിനാ അവളുടെ ரொம்ப ടാക്ടിക്കാ പേശി പോകുന്നെല്ലാം ചൊല്ലുവന്നു. നമ്മൾ ഞാനതിൽ ரொம்ப ഗട്ടിക്കാരിയാ പേശി അത് പണി വിട്ട് നമ്മളേക്ക് എന്നെ വേണമോ അതെ പോയി മുതലേ കേൾക്കായ്ക്ക് അവളുടെ മീതി ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട്
அதுக்கப்புறம் முதல்ல നമുക്ക് ஆக வேண்டிய കാര്യத்தை கேட்கணும். அது எனக்கு வைஷ்ய குணமாகும். நம்மளே கிளீனிங் எல்லாம் பண்ணுவோம் வச்சாலும் நாளைக்கு ரொம்ப கிளீனிங் வேலை பண்ணுறதுக்கு ரொம்ப இதாக இருக்கும். அந்த சமயத்தில் നമ്മൾ ശൂദ്രനായിടുவோம். இந்த மாதிரி 4 ധർമ്മങ്ങൾ വെച്ചിരിക്കപ്പെട്ടത് അവാവാളോട് വേലയെ പുറത്താക്കുക. அது ശൂദ്രங்கிறது ഒരു തപ്പാന ആളോ അപ്പടിங்கிறது பார்க்கப்படாது. ഭഗവാനോട് പാദങ്ങളാക്കുമ്പോൾ ശൂദ്രൻ പുരുഷ സൂക്തത്തില് ചൊല്ലുക, മുഖത്തിലേന്ത് ബ്രാഹ്മണനും പാദത്തിലേന്ത് ശൂദ്രനും വന്നാൻ ചൊല്ലിയിട്ട് ഭഗവാനോട് പാദം എന്ന ലേശ മകുടവും മെതിയടിയും വറുത്തെ അങ്ങനെ മെതിയടി മകുടം ചൊല്ലും ഞാൻ ശിരസിലൊക്കാതിരിക്കെ നീ പാദത്തിലേക്ക് ഒക്കാതിരിക്കുക ചൊല്ലത്തെ அந்த മെതിയടിയെ കൊണ്ടുപോയി 14 വർഷം സിംഹാസനത്തിൽ വെച്ച് പൂജ പണ്ണറ. രാജാവ് നനച്ചിന്ത് രാമര നനച്ചിന്ത് അങ്ക മെതിയടിക്കാക്കും அந்த സിംഹാസനത്തിൽ ഉட்காரத்துக்கான ഒരു യോഗ്യത കിടച്ചത്. അതെന്നെ മോശമാ. ഭഗവത് പാദങ്ങൾ அந்த ഭഗവാനോട് പാദങ്ങൾ താൻ ശരണാഗതിക്ക് ഏത്തത്. அந்த പാദങ്ങളിലേന്ത് ഉണ്ടാകുന്ന ശൂദ്രൻ എന്നെ കുറച്ചില്ല ഒന്നും കിടയാതെ. ഇതെല്ലാം ഇരുന്താത്താൻ 4 ദിക്കും ഇരുന്താത്താൻ കംപ്ലീറ്റ് ആകും. തെക്ക് ദിക്ക് ரொம்ப മോശമാണ്, അത് പാത്തൊന്നും ചെയ്യാൻ മാട്ടേം ചൊല്ലറ അർത്ഥം കിടയാതെ. அந்த തെക്കും കൂടി ഇരുന്താത്താൻ അത് കംപ്ലീറ്റ് ആകും. അപ്പം അതുമാതിരി ഇങ്ങ ശൂദ്രൻ അങ്ങനെ ഓരോരുത്താളും അവാവ ചെയ്യ വേണ്ടിയ ഒരു ഡ്യൂട്ടി വെച്ചിരിക്കുക. അതിലേന്ന് മാറി ചെയ്തപ്പോൾ അവള് അവർക്ക് സദ്ഗതി കൊടുത്താന്ന് പറഞ്ഞു. ശുദ്രപാശം പ്രദർഭയ സദ്ഗതി കൊടുത്ത. അതുക്കപ്പുറം താപത് വാൽമീകി ഗേഹേ കൃതവസതി സീതാതേ സുതൗ ഉപാസുത. വാൽമീകി ആശ്രമത്തിലിരുന്ന് സീതാദേവിക്ക് സമയമാനതും 2 குழந்தைகள் 11 குஷன்களை பேரு கொடுத்து ரொம்ப அழகா வால்மீகி அந்த குழந்தைகளை வளர்த்து வராருங்கிறது இங்கே. ஹரே கிருஷ்ண.